വിലക്കപ്പെട്ട പ്രണയം ഭാഗം 40. രാത്രി അങ്ങനെയൊക്കെ അടുത്ത് സംസാരിച്ചിട്ട് ഇപ്പോൾ ഇവരെന്താണ് ഇങ്ങനെ ഒരു പരിചയമില്ലാത്ത രീതിയിൽ പെരുമാറുന്നത് എന്നത് ആമിയിൽ സംശയം ഉണർത്തിയ ഒരു കാര്യം തന്നെയായിരുന്നു. എങ്കിലും അവൾ അത് അവനോടോ അവളോടോ ചോദിക്കാൻ പോയില്ല. പതിവ് പോലെ എബി സമയമായപ്പോഴേക്കും ഓഫീസിലേക്ക് പോവുകയും ചെയ്തു. കുറച്ചു കഴിഞ്ഞതും അടുക്കളയിൽ നിൽക്കുകയായിരുന്ന ആമിയുടെ അടുത്തേക്ക് അനീറ്റ സംസാരിക്കാൻ എന്ന പോലെ വന്നു. താനെന്താ അധികം ആരോട് സംസാരിക്കാറില്ലേ? ഒരു കുശലം ചോദിക്കുന്ന രീതിയിൽ അനീറ്റ ആമിയോട് വിശേഷം തിരക്കി. പിന്നിലേക്ക് തിരിഞ്ഞു നിൽക്കുകയായിരുന്ന ആമി അനീറ്റ അങ്ങനെ വന്ന് ചോദിച്ചപ്പോഴാണ് അവൾ അടുക്കളയിലേക്ക് വന്നിട്ടുണ്ടെന്ന് അറിയുന്നത് തന്നെ. ആമി അവളെ തിരിഞ്ഞു നോക്കി നേർമയായി ഒന്ന് പുഞ്ചിരിച്ചു. അയ്യോ, അങ്ങനെയൊന്നുമില്ല മാഡം, ഞാനിവിടെ കുറച്ച് ജോലി തിരക്കുള്ളതുകൊണ്ടാണ്. ആമി എന്തെങ്കിലും ഒരു ന്യായം പറയണമല്ലോ എന്ന് കരുതി അങ്ങനെ പറഞ്ഞ് അതിൽ നിന്ന് ഒഴിയാൻ നോക്കി. എന്നിട്ട് ചേച്ചിയമ്മ പറഞ്ഞത് താൻ ഭയങ്കര വായാടിയാണെന്നാണല്ലോ. അയ്യോ, അത്രയ്ക്കൊന്നുമില്ല, മുത്തശ്ശിയോട് സംസാരിക്കും, അത്രേ ഉള്ളൂ. ആമി ഒന്ന് പുഞ്ചിരിച്ചു. അതെന്താ, മുത്തശ്ശിയോട് മാത്രമേ സംസാരിക്കുള്ളൂ? അയ്യോ, ഞാൻ അങ്ങനെയൊന്നും ഉദ്ദേശിച്ച് പറഞ്ഞതല്ല മാഡം. പെട്ടെന്ന് അനീറ്റ വന്ന് അങ്ങനെയൊക്കെ ചോദിച്ചപ്പോൾ ആമിക്ക് എന്താണ് ഉത്തരം പറയേണ്ടതെന്ന് പിടികിട്ടുന്നില്ലായിരുന്നു. എടോ, താൻ എന്നെ മാഡം എന്നൊന്നും വിളിക്കണ്ട. എനിക്ക് തന്നിൽ 1 വയസ്സ് മാത്രമാണ് കൂടുതലുള്ളത്. താൻ എന്നെ പേര് വിളിച്ചാൽ മതി. അല്ലെങ്കിൽ എൻ്റെ അമ്മയും ചേച്ചിയമ്മയും ഒക്കെ വിളിക്കുന്നത് പോലെ അനു എന്ന് വിളിച്ചോളൂ. അതിന് ആമി തലയാട്ടി. താനിപ്പോൾ പഠിക്കുവാണെന്ന് പറഞ്ഞല്ലോ ചേച്ചിയമ്മ. ആ, ഞാനിപ്പോൾ പഠിക്കുവാണ്, BA എക്കണോമിക്സ് ആണ്. അവർ ചോദിച്ചത് കൊണ്ട് മാത്രം ആമി ഉത്തരം കൊടുത്തു. കുറച്ചു നേരം രണ്ടുപേരും സംസാരിച്ചു നിന്നു. കൂടുതലും അനീറ്റയാണ് ആമിയോട് ഓരോന്നൊക്കെ ചോദിച്ചത്. ആമി അങ്ങോട്ടൊന്നും ചോദിക്കാൻ നിന്നില്ല. കാരണം വെറുതെ എന്തിനാണ് അവരുടെ പേഴ്സണൽ കാര്യങ്ങളൊക്കെ താൻ ചോദിച്ചറിയുന്നത് എന്ന ചിന്തയായിരുന്നു അവൾക്ക്. അങ്ങനെ കുറച്ച് സമയം സംസാരിച്ചു കഴിഞ്ഞപ്പോൾ ഹസ്ബൻഡിന് ലീവ് കിട്ടാത്തത് കൊണ്ടാണ് വരാത്തതെന്നും മറ്റുമൊക്കെ അനീറ്റ ആമിയോട് പറഞ്ഞിരുന്നു. മാത്രമല്ല കുഞ്ഞിന് 2.5 വയസ്സാണ് പ്രായം. കുഞ്ഞിൻ്റെ പേര് മിയ എന്നാണും എന്നൊക്കെ പറഞ്ഞു. ആമി അവൾ പറയുന്നതെല്ലാം കേട്ടിരുന്നു. തിരിച്ച് എബിയായിട്ട് എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് ചോദിക്കണമെന്ന് ആമിക്കുണ്ടായിരുന്നുവെങ്കിലും ഇനി എന്തെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ അത് അവരുടെ കുടുംബപരമായ കാര്യമല്ലേ എന്ന് കരുതി ആമി പിന്നീട് അതിനെക്കുറിച്ച് അവളോട് ചോദിക്കാൻ നിന്നില്ല. അന്ന് രാത്രി എബി അല്പം നേരത്തെ എത്തിയിരുന്നു. താഴെയുള്ള ജോലികളെല്ലാം കഴിഞ്ഞ് ആമി മുകളിലേക്ക് കയറിയപ്പോൾ ബാൽക്കണി ഡോർ തുറന്നു കിടക്കുന്നതും അവിടെ എബി നിൽക്കുന്നതും കണ്ടിരുന്നുവെങ്കിലും അവൾ അത് മൈൻഡ് ചെയ്യാതെ നേരെ മുറിയിലേക്ക് കയറുകയാണ് ചെയ്തത്. മാത്രമല്ല വാട്സാപ്പിൽ അവനെന്തോ മെസ്സേജ് അയച്ചിട്ടുണ്ട്. അതും ആമി തുറന്നു നോക്കാൻ പോയിട്ടില്ല. അവളുടെ ഉള്ളിൽ അവനോടൊരു തരം പരിഭവമോ വാശിയോ ഒക്കെ ആയിരുന്നു. പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ നന്നായിട്ട് സംസാരിച്ചിരുന്ന ഒരാൾ ഒട്ടും സംസാരിക്കാത്ത വിധത്തിൽ അകന്നു പോയതിലുള്ള ചെറിയൊരു പരിഭവം, അത്ര തന്നെ. മാത്രമല്ല അനീറ്റയോട് അവൻ പകല് നേരത്തൊന്നും സംസാരിക്കാതെ രാത്രി സംസാരിക്കുന്നതും ആമിയിൽ അല്പം സംശയം ഉളവാക്കിയിരുന്നു. എന്തൊക്കെയായാലും ഇനി കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് പറഞ്ഞ് അവൻ തന്നോട് നല്ല രീതിയിൽ സംസാരിച്ചതിന് ശേഷം അവനോട് അങ്ങോട്ട് പോയി സംസാരിച്ചാൽ മതി എന്ന തീരുമാനത്തിലാണ് ആമി ഇപ്പോൾ. അന്ന് രാത്രിയും എബിയും അനീറ്റയും ഒരുമിച്ച് സംസാരിക്കുന്നുണ്ടോ എന്നറിയാനായി ആമി കുറച്ച് സമയം ഉറക്കമളച്ച് കാത്തിരുന്നു. ഒരുപാട് സമയം കാത്തിരുന്ന് വന്നപ്പോഴേക്കും ആമി ഉറങ്ങിപ്പോയിട്ടുണ്ടായിരുന്നു. പക്ഷേ രാത്രി എപ്പോഴോ ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റപ്പോൾ ബാൽക്കണി ഡോർ തുറന്നു കിടക്കുന്നതും അവിടെ നിന്ന് എബിയും അനീറ്റയും സംസാരിക്കുന്നതും ആമി കണ്ടിരുന്നു. അതുകൂടി കണ്ടതും വീണ്ടും അവളുടെ ഉള്ളിലുള്ള സംശയങ്ങളെല്ലാം ഒന്നുകൂടി ഊട്ടിയുറച്ചു. 2 ദിവസം കൂടി കഴിഞ്ഞപ്പോൾ മുത്തശ്ശിയും ചെറിയമ്മയും അനീറ്റയും മകളും കൂടി അവരുടെ ഏതോ ബന്ധുവിൻ്റെ വീട്ടിലേക്ക് പോവാണെന്ന് പറഞ്ഞിരുന്നു. ആമിയോട് വരാൻ പറഞ്ഞുവെങ്കിലും അവൾ വരാൻ താല്പര്യമില്ലെന്ന് തന്നെ പറഞ്ഞു. കാരണം വീട്ടിൽ ജോലി ചെയ്യുന്ന ഒരു പെൺകുട്ടി വെറുതെ എന്തിനാണ് അവരുടെ ബന്ധുക്കളുടെ വീട്ടിലേക്കൊക്കെ പോകുന്നത്? അങ്ങനെയൊരു ചിന്തയായിരുന്നു അവളിൽ. അതുകൊണ്ട് തന്നെ ആമി ഇവിടെ ഒറ്റയ്ക്ക് നിന്നോളാം എന്ന് പറഞ്ഞു. എന്തായാലും പോയാൽ 1 ദിവസം കഴിഞ്ഞേ വരുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്തായാലും എബി വരാൻ പോകുന്നില്ല. അതുകൊണ്ട് തന്നെ രാത്രിയാകുമ്പോൾ എബി വരുമെന്ന് ഉറപ്പായതുകൊണ്ട് തന്നെ മുത്തശ്ശിക്ക് അവളെ അവിടെ ഒറ്റയ്ക്ക് നിർത്തിക്കൊണ്ട് പോകുന്നതിൽ പ്രത്യേകിച്ച് ടെൻഷനൊന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെ 2 ദിവസത്തിന് ശേഷം ഉച്ച കഴിഞ്ഞപ്പോൾ എല്ലാവരും കൂടി ബന്ധുവിൻ്റെ വീട്ടിലേക്ക് തിരിച്ചിരിക്കുകയാണ്. മുത്തശ്ശിയുടെ മരുന്നെല്ലാം ഇത്തവണ ആമി കൃത്യമായിട്ട് ബാഗിൽ എടുത്തു വെച്ച് കൊടുത്താണ് വിട്ടിരിക്കുന്നത്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ആമി വീട്ടിൽ തനിച്ചായി. വീട്ടിൽ കുറച്ച് ജോലികളൊക്കെ ചെയ്തിരുന്ന് പിന്നീട് ഒരുപാട് സമയം പഠിച്ചൊക്കെ സമയം കളഞ്ഞെടുത്തു. ഇത്രയും ദിവസമായിട്ടും എബിയോട് മര്യാദയ്ക്കൊന്നും സംസാരിച്ചിട്ടൊന്നുമില്ല. ഇനിയിപ്പോൾ എന്തായാലും ഈ വീട്ടിൽ 2 പേരും മാത്രമാണുള്ളത്. അങ്ങനെയുള്ളപ്പോൾ അവനോട് സംസാരിക്കാതെ കൂടി ഇരുന്നാൽ ശ്മശാനം പോലെ ആയിപ്പോകും. എന്നിരുന്നാലും അവൻ തന്നെ ആദ്യം സംസാരിക്കണമെന്നൊരു വാശി ആമിയിലുണ്ടായിരുന്നു. കാരണം അവനായിട്ടാണല്ലോ സംസാരം നിർത്തിവച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഇനി സംസാരിക്കണമെങ്കിലും അവനായിട്ട് തന്നെ തുടങ്ങട്ടെ എന്ന് ആമി മനസ്സിൽ ചിന്തിച്ചു. അങ്ങനെ സമയം രാത്രിയായി. എബി സാധാരണ വരുന്നതിലും സമയത്തിലും വരാൻ വൈകുന്നത് കണ്ടതും ആമിക്ക് ചെറിയ രീതിയിൽ ടെൻഷനാകാൻ തുടങ്ങിയിരുന്നു. അങ്ങനെ ചിന്തിച്ചിരിക്കുന്ന സമയത്ത് തന്നെയായിരുന്നു പെട്ടെന്ന് അവളുടെ ഫോൺ ബെല്ലടിച്ചത്. മുത്തശ്ശിയാണ് വിളിച്ചിരിക്കുന്നത്. എബി വന്നായിരുന്നോ? ഫോൺ എടുത്ത പാടെ മുത്തശ്ശി ഹലോ പോലും പറയാതെ അതാണ് ആദ്യം ചോദിച്ചത്.
ഒരു നിമിഷം ആമി എന്തു പറയണമെന്നറിയാതെ ഉഴറിപ്പോയി. വന്നില്ലെന്ന് പറയണോ അതോ വന്നു എന്ന് പറയണോ എന്ന് ആമി ഒരു നിമിഷം ചിന്തിച്ചു. മുത്തശ്ശി, എബിസാറ് വരാൻ വൈകുമെന്ന് പറഞ്ഞിരുന്നു. എന്തോ അത്യാവശ്യമുള്ള മീറ്റിംഗ് ഉണ്ടെന്നാണ് പറഞ്ഞത്. പെട്ടെന്ന് വായിൽ തോന്നിയൊരു കള്ളം അവൾ മുത്തശ്ശിയോട് പറഞ്ഞു. ഹോ, ഈ ചെക്കനോട് ഞാൻ പറഞ്ഞതാണ് ആ പെങ്കൊച്ചവിടെ വീട്ടിൽ ഒറ്റയ്ക്കാണ് നേരത്തെ വരണമെന്ന്. എന്തൊക്കെ പറഞ്ഞാലും കേൾക്കില്ല എന്ന് പറഞ്ഞ് മുത്തശ്ശി എബിയെ എന്തൊക്കെയോ പറയുന്നുണ്ട്. ഒടുക്കം എബി ഇപ്പം തന്നെ വരുമെന്ന് പറഞ്ഞാണ് ഫോൺ വെച്ചതെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആമി മുത്തശ്ശിയെ ഒരു വിധത്തിൽ സമാധാനിപ്പിച്ചെടുത്തു. മുത്തശ്ശി ഫോൺ വെച്ച് കഴിഞ്ഞിട്ടും കുറേ സമയം കാത്തിരുന്നിട്ടും എബി വരാതിരിക്കുന്നത് കണ്ടതും ആമി ഫോൺ എടുത്ത് എബിയെ വിളിച്ചു. അവൻ 1-2 തവണ വിളിച്ചിട്ടും ഫോൺ എടുക്കുന്നില്ലെന്ന് കണ്ടതും ആമിക്ക് ടെൻഷനാകാൻ തുടങ്ങിയിരുന്നു. സമയം പിന്നെയും കടന്നുപോയി. രാത്രി ഏകദേശം 9 മണി ആകാറായിട്ടുണ്ട്. അപ്പോഴാണ് പെട്ടെന്ന് വീടിൻ്റെ മുൻപിൽ എബിയുടെ വണ്ടി വന്ന് നിൽക്കുന്ന ശബ്ദം കേട്ട് ആമി മുറ്റത്തേക്കിറങ്ങി. എല്ലാവരും പോയോ? ഷൂ സ്റ്റാൻഡിലേക്ക് ഷൂസ് അഴിച്ചു വെക്കുന്നതിൻ്റെ ഇടയിൽ എബി അവളോട് ഗൗരവത്തോടെ തന്നെ ചോദിച്ചു. അവരൊക്കെ ഉച്ച കഴിഞ്ഞപ്പോൾ തന്നെ പോയി. അതിലും വലിയ ഗൗരവത്തിൽ ആമി തിരികെ പറഞ്ഞു. അതിന് എബി അവളെ നോക്കി ഒന്ന് മൂളിക്കൊണ്ട് നേരെ മുകളിലേക്ക് കയറി. അവനുള്ള ജ്യൂസൊക്കെ നേരത്തെ തന്നെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് എന്തായാലും മുകളിലേക്ക് പോകുന്നില്ല എന്ന് തന്നെ ആമി തീരുമാനിച്ചിരുന്നു. കുറച്ചധികം സമയം താഴത്ത് കാത്തിരുന്നപ്പോൾ അവൻ കുളിയൊക്കെ കഴിഞ്ഞ് താഴേക്ക് ഇറങ്ങി വന്നു. ടേബിളിലിരിക്കുന്ന ജ്യൂസ് എടുത്ത് കുടിച്ചുകൊണ്ട് അവൻ സോഫയിലായിട്ട് വന്നിരുന്നു. തനിക്കും അവരുടെ കൂടെ പോകായിരുന്നില്ലേ? എനിക്ക് പോകാൻ താല്പര്യമുണ്ടായിരുന്നില്ല. എബി ശബ്ദം അല്പം മയപ്പെടുത്തിയാണ് ചോദിച്ചതെങ്കിലും ആമി തീർത്തും ഗൗരവത്തിൽ തന്നെയാണ് അവന് തിരികെ ഉത്തരം കൊടുത്തത്. എടോ, തന്നോട് ഞാൻ ഇത്രയും ദിവസം സംസാരിക്കാതിരുന്നത് എനിക്കൊന്നും കേൾക്കണ്ട, ഒന്നും അറിയുകയും വേണ്ട. എബി അവൾക്ക് നേരെ തിരിഞ്ഞിരുന്ന് സംസാരിക്കാൻ തുടങ്ങിയപ്പോൾ തന്നെ ആമി അതിനെ എതിർത്തുകൊണ്ട് പറഞ്ഞു കഴിഞ്ഞിരുന്നു. ആമി അങ്ങനെ പറയുമെന്ന് വിചാരിക്കാത്തത് കൊണ്ട് തന്നെ എബിയുടെ മുഖം പെട്ടെന്ന് ഇഞ്ചി കടിച്ച കുരങ്ങൻ്റെ മാതിരിയായിപ്പോയി. താനൊന്ന് മുകളിലേക്ക് വന്നേ, എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. എനിക്കൊന്നും കേൾക്കണ്ട, നിങ്ങളൊക്കെ വലിയ ആളുകളല്ലേ, തിരക്കുണ്ടാവും. സാർ എന്താണ് ചെയ്യാനുള്ളതെന്ന് വെച്ചാൽ ചെയ്തോളൂ, എനിക്കല്പം പഠിക്കാനുണ്ട്. അത് പറഞ്ഞ് അവൻ്റെ മറുപടിയൊന്നും കാത്തു നിൽക്കാതെ ആമി മുകളിലേക്ക് കയറി. അതിന് പിന്നാലെ തന്നെ എബി വീടിൻ്റെ മുന്നിലെ വാതിലൊക്കെ അടച്ചതിന് ശേഷം അവളുടെ പിറകെ മുകളിലേക്ക് കയറി. ആമിയുടെ മുറിവാതിൽ അടഞ്ഞു കിടക്കുകയാണ്. ശിവാമി, ഐ ഹാവ് ടു ടോക്ക്. അവൻ അവളുടെ വാതിലിൽ കൊട്ടി വിളിച്ചുവെങ്കിലും ഒന്ന് മൂളിക്കൊണ്ട് പോലും ആമി അവന് മറുപടി കൊടുത്തില്ല. എബിക്കാണെങ്കിൽ ഒരു പരിധി കഴിഞ്ഞപ്പോൾ ദേഷ്യം വരാനും തുടങ്ങിയിരുന്നു. ശിവാമി, ഐ എം ആസ്കിങ് യു ടു ഓപ്പൺ ദി ഡോർ. ഐ ടോൾഡ് ദാറ്റ് ഐ ഹാവ് ടു ടോക്ക് ടു യു. എബിയുടെ ശബ്ദത്തിൽ ഗൗരവത്തോടൊപ്പം ദേഷ്യവും കലർന്നു തുടങ്ങി. എന്നിട്ടും ആമി വാതിൽ തുറക്കുന്നില്ലെന്ന് കണ്ടതും വാതിലിൻ്റെ ഹാൻഡിലിൽ പിടിച്ചു തിരിച്ചു. വാതിൽ ലോക്ക് ചെയ്യാതിരുന്നത് കൊണ്ട് തന്നെ അത് തുറന്നു വന്നു. എബി അകത്തേക്ക് കയറിയപ്പോൾ ആമി സ്റ്റഡി ടേബിളിലിരുന്ന് പഠിക്കുന്ന രീതിയിലിരിക്കുകയാണ്. ശിവാമി. അവൻ ശബ്ദം ഒന്ന് മയപ്പെടുത്തിക്കൊണ്ട് അവളെ വീണ്ടും വിളിച്ചു. അതിന് ആമി അവനെ ഒന്ന് തിരിഞ്ഞു നോക്കി, എന്താണെന്ന രീതിയിൽ. ഞാൻ പറഞ്ഞു, എനിക്ക് തന്നോട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്, പുറത്തേക്ക് വാ. എബി ഗൗരവത്തിൽ പറഞ്ഞതും ആമി പിന്നെ അതിനെ എതിർത്ത് നിൽക്കാതെ വേഗം ബുക്ക് അടച്ചു വെച്ച് അവൻ്റെ പുറകെ പുറത്തേക്ക് നടന്നു. രണ്ടുപേരും പതിവ് പോലെ ബാൽക്കണിയിലെ സോഫയിൽ വന്നിരുന്നു. കുറച്ചു സമയം അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും മിണ്ടാതെ രണ്ടുപേരും നിശബ്ദമായി തുടർന്നു. ഒടുവിൽ എബിയായിട്ടൊന്നും സംസാരിച്ച് തുടങ്ങുന്നില്ലെന്ന് കണ്ടതും ആമി തന്നെ സംസാരത്തിന് തുടക്കം കുറിച്ചു. എന്തോ പറയാനുണ്ടെന്ന് പറഞ്ഞിട്ട് ഒന്നും പറയുന്നില്ലല്ലോ. ഐ നോ, കഴിഞ്ഞ 2 ദിവസമായിട്ട് ഞാനും അനുവും രാത്രി ബാൽക്കണിയിൽ നിന്ന് സംസാരിക്കുന്നത് താൻ കണ്ടിട്ടുണ്ടാവണം. എബി പറയുന്നത് കേട്ടതും ആമി അവനെ സംശയത്തോടെ നോക്കി. വൈ ഷുഡ് ഐ? നിങ്ങൾ രണ്ടുപേരും സംസാരിക്കുന്നതൊന്നും ഞാൻ കണ്ടിട്ടില്ല. അവർ സംസാരിക്കുന്നത് കണ്ടുവെങ്കിലും വെറുതെ ആണെങ്കിലും ആമിക്ക് ആ നിമിഷം അങ്ങനെ പറയാനാണ് തോന്നിയത്. ഓക്കെ, കണ്ടിട്ടില്ലെങ്കിൽ വേണ്ട, പക്ഷേ എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുള്ളത് കേൾക്കാനുള്ള ക്ഷമയെങ്കിലും താൻ കാണിക്കണം. സാറ് പറഞ്ഞോളൂ, നിങ്ങളൊക്കെ എന്ത് പറഞ്ഞാലും കേൾക്കാൻ ഞാൻ ബാധ്യസ്ഥയാണല്ലോ. താഴ്ന്ന സ്വരത്തിൽ ആമി പറയുന്നത് കേട്ടതും എബിക്കൊരു നിമിഷത്തേക്ക് അത് വല്ലാതെ തോന്നി. എടോ, താൻ എന്താ ഇങ്ങനെയൊക്കെ പറയുന്നത്? തന്നോട് ഞാൻ തന്നെ പറഞ്ഞിട്ടില്ലേ എന്നെ സാറെന്നൊന്നും വിളിക്കണ്ടെന്ന്? പിന്നെയും താൻ എന്താണ് ഒരുമാതിരി ഇൻസൾട്ട് ചെയ്യുന്നത് പോലെ സംസാരിക്കുന്നത്? ഞാൻ ഇൻസൾട്ട് ചെയ്യാനൊന്നും ശ്രമിച്ചതല്ല. അതൊക്കെ പോട്ടെ, സാറിന് എന്താ പറയാനുള്ളതെന്ന് വെച്ചാൽ വേഗം പറഞ്ഞാൽ കൊള്ളായിരുന്നു. അതിനെക്കുറിച്ച് കൂടുതൽ സംസാരിക്കാൻ താല്പര്യമില്ലാത്തതുപോലെ ആമി അവനോട് ചോദിച്ചു. തൻ്റെ ജീവിതത്തെക്കുറിച്ചുള്ള കാര്യങ്ങളെല്ലാം താൻ എന്നോട് തുറന്നു പറഞ്ഞതാണ്. പക്ഷേ എൻ്റെ ജീവിതത്തിലെ കാര്യങ്ങളെല്ലാം ഞാൻ തന്നോട് ശരിക്കും പറഞ്ഞിട്ടില്ലല്ലോ. അതൊക്കെ സാറിൻ്റെ പേഴ്സണൽ കാര്യങ്ങളല്ലേ, അതൊക്കെ കണ്ണിൽ കാണുന്നവരോട് എല്ലാവരോടും ഷെയർ ചെയ്യണമെന്നൊന്നുമില്ലല്ലോ. എന്തുകൊണ്ടോ ആമിക്ക് അങ്ങനെ പറയാനാണ് നേരം തോന്നിയത്. അവൾ അങ്ങനെ പറയുന്നത് കേട്ടതും എബിക്ക് ദേഷ്യമാണ് വന്നത്. ഓക്കെ, എനിക്കൊന്നും പറയാനില്ല. സോറി ഫോർ ഡിസ്റ്റർബിങ് യു. തനിക്ക് എന്താണ് ചെയ്യാനുള്ളതെന്ന് വെച്ചാൽ അത് പോയിരുന്ന് ചെയ്തോളൂ. എബി അത് പറഞ്ഞ് ബാൽക്കണിയിലിട്ടിരുന്ന സോഫയിൽ നിന്ന് എഴുന്നേറ്റ് പോകാനൊരുങ്ങി. പക്ഷേ അത് കണ്ടതും ആമി ആകെ വല്ലാതെയായിപ്പോയി.
അവൾ അങ്ങനെ പറയുമ്പോൾ അവൻ അങ്ങനെ എഴുന്നേറ്റ് പോകുമെന്ന് കരുതിയതല്ല. അങ്ങനെ ചെയ്യാതെ അവൻ എന്തെങ്കിലും അതിനെ എതിർത്തുന്ന രീതിയിൽ തന്നോട് തിരിച്ചു പറയും എന്നാണ് കരുതിയത്. അതുകൊണ്ട് പെട്ടെന്ന് അവൻ അങ്ങനെ ചെയ്തപ്പോൾ ആമി ആകെ വല്ലാതെ ആയി പോയിരുന്നു. ആമി അവൻ പോകുന്നതിന് മുന്നേ വേഗം അവൻ്റെ കയ്യിൽ പിടിച്ചു നിർത്തി. ഞാൻ വെറുതെ പറഞ്ഞാണ്, സോറി. ആമി മുഖം ചുളിച്ചുകൊണ്ട് പറഞ്ഞതും എബി അവളുടെ കയ്യിൽ നിന്ന് തൻ്റെ കൈ വലിച്ചെടുത്തു. തിരക്കുള്ള ആളുകൾക്കും ഈഗോ ഉള്ളവർക്കൊക്കെ എന്താന്ന് വെച്ചാൽ ചെയ്യാം, ഞാൻ പോട്ടെ. അവൻ അവളോട് അല്പം ദേഷ്യത്തിലും പുച്ഛത്തിലും പറഞ്ഞുകൊണ്ട് അകത്തേക്ക് കയറിപ്പോയി. ആമിയാണെങ്കിൽ ആകെ വല്ലാതെ ആയിപ്പോയി. അവൻ തന്നോട് സംസാരിക്കാതിരുന്നതിന് പകരം തിരിച്ചൊരു ചെറിയ പണി കൊടുക്കണം എന്നേ കരുതിയുള്ളൂ. പക്ഷേ അതിങ്ങനെയൊക്കെ ആകും എന്ന് കരുതിയതല്ല. ആമിക്ക് ആകെ വിഷമം തോന്നി. താൻ അവനെ വേദനിപ്പിച്ചോ എന്നൊരു ചിന്ത അവളുടെ ഉള്ളിൽ അങ്ങനെ തിങ്ങി നിറഞ്ഞു വരുന്നുണ്ടായിരുന്നു. അവനാണെങ്കിൽ പിന്നെ അവളെ തിരഞ്ഞു നോക്കാതെ അവൻ്റെ മുറിയിലേക്ക് കയറിപ്പോയിരുന്നു. ആമിയാണെങ്കിൽ എന്ത് ചെയ്യണമെന്നറിയാതെ അവിടെ തന്നെ നിന്നുപോയി. പിന്നെ ഒരു നിമിഷം പാഴാക്കാതെ ആമി അവൻ്റെ അടുത്തേക്ക് നടന്നു. അവൻ്റെ മുറിയിലേക്ക് കയറാതെ മുറിവാതിൽക്കൽ നിന്ന് തന്നെ ഒന്നകത്തേക്ക് നോക്കി. അവൻ മുറിയുടെ അകത്തിട്ടിരിക്കുന്ന ചെറിയ സോഫയിലിരുന്ന് ഫോണിൽ കുത്തിക്കൊണ്ടിരിക്കുവാണ്. ആമി അവൻ നോക്കാനായി തൊണ്ടയൊന്ന് അനക്കി. പക്ഷേ അവൻ ഫോണിൽ നിന്ന് തല ഉയർത്തിയില്ല. അതുകൂടി കണ്ടതും ആമിക്ക് ആകെ വല്ലാതെ തോന്നി. സർ, ശബ്ദം അല്പം നേർമയാക്കിക്കൊണ്ട് ആമി അവനെ ഒന്ന് വിളിച്ചു. ആദ്യം അവൻ കേൾക്കാൻ കൂട്ടാക്കിയില്ലെങ്കിലും പിന്നീട് അവൻ അവളെ ഒന്ന് തലയുയർത്തി നോക്കി. എന്താ കാര്യം? അവൻ്റെ ശബ്ദം തികച്ചും ഗൗരവത്തിലായിരുന്നു. എന്തോ സംസാരിക്കാനുണ്ടെന്ന് പറഞ്ഞിട്ട്. എനിക്ക് സംസാരിക്കാനുണ്ടായിരുന്നു. അത് കേൾക്കാൻ തനിക്ക് താല്പര്യമില്ലാത്ത സ്ഥിതിക്ക് ഞാൻ അത് പറഞ്ഞു വെറുതെ തന്നെ ബുദ്ധിമുട്ടിക്കുന്നില്ല. അവളുടെ ചോദ്യത്തിനുള്ള ഉത്തരം മാത്രം പറഞ്ഞുകൊണ്ട് എബി വീണ്ടും ഫോണിലേക്ക് തന്നെ നോക്കിയിരുന്നു. ഞാൻ അകത്തേക്ക് കയറിക്കോട്ടെ? ഇനി എന്തായാലും അവൻ എന്ത് പറഞ്ഞാലും അത് അംഗീകരിക്കാൻ പോകുന്നില്ല. അതറിയാവുന്നത് കൊണ്ട് തന്നെ ആമി അകത്തേക്ക് കയറാൻ അനുവാദം ചോദിച്ചു. എൻ്റെ മുറിയിലേക്ക് കയറുന്നതിന് ഞാൻ ആരെയും തടഞ്ഞു നിർത്തിയിട്ടൊന്നുമില്ല. അവളുടെ ആ ചോദ്യത്തിന് അവൻ അങ്ങനെയായിരുന്നു ഉത്തരം കൊടുത്തത്. അത് കേട്ടതും പിന്നീട് ഒരു നിമിഷത്തേക്ക് ആലോചിക്കാൻ നിൽക്കാതെ ആമി അവൻ്റെ മുറിയിലേക്ക് കയറി. അത് 2 ദിവസമായിട്ട് എന്നോട് മിണ്ടാതിരുന്നുകൊണ്ട് ഞാൻ അതിൻ്റെ ഒരു ദേഷ്യത്തിൽ അങ്ങനെ പെരുമാറിപ്പോയതാണ്. അല്ലാതെ എനിക്ക് സംസാരിക്കാൻ താല്പര്യമില്ലാതിരുന്നിട്ടൊന്നുമല്ല. അവൻ്റെ മുന്നിൽ വന്നു നിന്ന് ആമി പറഞ്ഞതും എബി മുഖമുയർത്തി അവളെ ഒന്ന് നോക്കി. ശേഷം ഫോൺ സോഫയിലേക്ക് വെച്ചുകൊണ്ട് എഴുന്നേറ്റ് നിന്നു. അതെനിക്കറിയാം. അതുകൊണ്ടാണ് ഞാൻ എന്തിനാണ് 2 ദിവസം തന്നോട് മിണ്ടാതിരുന്നതെന്ന് പറയാനായിട്ട് വന്നത്. പക്ഷേ എന്തെങ്കിലും അങ്ങോട്ട് പറയുന്നതിന് മുന്നേ കടിച്ചു കീറാൻ വരുന്നത് പോലെയല്ലേ എന്നോട് ഇങ്ങോട്ട് ചാടിക്കയറുന്നത്. അവളുടെ മുന്നിൽ കൈകെട്ടി നിന്നുകൊണ്ട് എബി ഗൗരവത്തിൽ പറഞ്ഞതും ആമി അതിനവനെ നോക്കി വളിച്ചൊരു ചിരി ചിരിച്ചു. ഞാൻ അങ്ങോട്ടും മിണ്ടിയില്ല. അത് പോട്ടെ, തനിക്കതിൻ്റെ കാരണമെങ്കിലും എന്നോട് ചോദിക്കാമായിരുന്നല്ലോ. എന്തുകൊണ്ടോ എനിക്ക് ചോദിക്കാൻ തോന്നിയില്ല. എങ്കിൽ പിന്നെ ഞാൻ പറയാൻ വന്നപ്പോൾ അത് കേൾക്കാനെങ്കിലും തയ്യാറാവണമായിരുന്നു. ഞാൻ കേൾക്കാം, പറഞ്ഞോളൂ. ആമി പറഞ്ഞതും എബി അവളെ ഒന്ന് നോക്കിക്കൊണ്ട് പുറത്തേക്ക് നടന്നു. അവൻ ബാൽക്കണിയിലേക്കാണ് പോകുന്നതെന്ന് മനസ്സിലാക്കിയതും ആമിയും അവൻ്റെ പിറകെ നടന്നു. ഞാനും അനുവും കൂടി നിന്ന് സംസാരിക്കുന്നത് താൻ കണ്ടിട്ടില്ലെന്ന് പറയുന്നത് കള്ളമല്ലേ? ബാൽക്കണിയിലെ സോഫയിലേക്ക് ഇരുന്നു കൊണ്ട് എബി ആമിയെ ഒന്ന് ശ്രദ്ധിച്ചു നോക്കിക്കൊണ്ട് ചോദിച്ചു. അവൻ്റെ ആ നോട്ടത്തിൽ ആമി ചെറുതായിട്ട് തന്നെ ഒന്ന് പതറിപ്പോയിട്ടുണ്ടായിരുന്നു. അത് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. എനിക്ക് തോന്നി. മിനിയാന്ന് രാത്രി ഞങ്ങൾ ബാൽക്കണിയിൽ നിൽക്കുമ്പോൾ തൻ്റെ മുറിയിൽ ലൈറ്റ് ഇട്ടിരിക്കുന്നത് ഞാൻ ശ്രദ്ധിച്ചിരുന്നു. നോക്കുമ്പോൾ താൻ കൂജയിൽ വെള്ളം എടുത്ത് തിരികെ കയറി വരുന്നതും കണ്ടായിരുന്നു. ഞാനന്ന് വെള്ളം എടുക്കാൻ പോയപ്പോൾ കണ്ടിരുന്നു. പിന്നെ മൈൻഡ് ചെയ്തില്ല. അത് പറഞ്ഞതും എബി ഒന്ന് മൂളി. എടോ, ഞാൻ രാത്രി അനീറ്റയായിട്ട് സംസാരിക്കുന്നത് കണ്ടപ്പോൾ തനിക്ക് നെഗറ്റീവായിട്ട് എന്തെങ്കിലും തോന്നിയോ? എബി അല്പം പരിങ്ങലോടെയാണത് ചോദിച്ചത്. അതിന് ആമി വേഗം തന്നെ അവന് ഉത്തരം കൊടുക്കുകയും ചെയ്തു. എനിക്ക് തോന്നി. എനിക്കെന്നല്ല, ഇതൊക്കെ കാണുന്ന ആർക്കായാലും സംശയം തോന്നും. പകല് മുഴുവനും ഒരു പരിചയമില്ലാത്തതുപോലെ ഇരുന്നിട്ട് രാത്രിയായപ്പോൾ അടയും ചക്കരയും പോലെ. മാത്രമല്ല, എന്നോട് നിങ്ങൾ പറഞ്ഞത് നിങ്ങൾക്ക് അവരെ ഒന്നും അധികം ഇഷ്ടമല്ലെന്നല്ലേ? പെരുമാറ്റവും ആ രീതിയിലായിരുന്നല്ലോ. ഇങ്ങനെയൊക്കെ കാണുമ്പോൾ പിന്നെ ഞാനെന്ത് കരുതണം? ആമി വിട്ടുകൊടുക്കാതെ കെറുവോടെ അവനോട് ചോദിച്ചു. താനിങ്ങനെ ഷാർപ്പാവല്ലേ, ഞാനൊന്ന് പറയട്ടെ, ഒരവസരം താടോ. ആമി പറയുന്നത് കേട്ടതും എബിക്ക് ചിരിയാണ് വന്നത്. അതുകൊണ്ട് അവനൊന്ന് ചിരിച്ചിട്ടാണത് പറഞ്ഞത്. ആമി അതുകൂടി കണ്ടതും അവനെ ഒന്ന് കൂർപ്പിച്ചു നോക്കി. താനെന്ന് പറഞ്ഞില്ലേ എൻ്റെ ജീവിതത്തിലെ കുറേ കാര്യങ്ങളൊന്നും ഞാൻ തന്നോട് പറഞ്ഞിട്ടില്ലെന്ന്? അവൻ ചോദിച്ചതും ആമി അതേ എന്ന പോലെ തലയാട്ടി. പിന്നെ സമയമാകുമ്പോൾ പറയാമെന്നല്ലേ അന്ന് പറഞ്ഞത്. അതുകൊണ്ട് ഞാൻ നിർബന്ധിക്കാനും നിന്നില്ല. ആമി പറഞ്ഞതും എബി ഒന്ന് തലയാട്ടി. ഐ തിങ്ക് ദിസ് ഈസ് ദ റൈറ്റ് ടൈം, കോസ് ഐ ഫീൽ ലൈക്ക് യു ആർ സംവൺ ഇമ്പോർട്ടൻറ്റ് ടു മീ. കണ്ണ് ചിമ്മിക്കൊണ്ട് എബി അവളെ നോക്കി പറഞ്ഞതും ആമിയുടെ ചുണ്ടിൽ ഒരു നേർത്ത പുഞ്ചിരി വിരിഞ്ഞു. തുടരും. അപ്പോൾ വീഡിയോ കണ്ടവരെല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും അത് കമൻ്റായിട്ട് അറിയിക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത പാർട്ടായിട്ട് നാളെ വരാട്ടോ. ബൈ.